ആലപ്പുഴ കായംകുളം പുല്ലുകുളങ്ങരയിൽ മാതാപിതാക്കളെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത വരുന്നു. ആക്രമണം നടത്തിയ നവജിത്തിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന വിവരവുമുണ്ട്. രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഘു, ഈ രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നറിയുന്നു. ഈ നവജിത്തിന് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്താണ്? നവജിത്ത് അഭിഭാഷകനാണ്. അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയില്ല എന്ന് മാത്രവുമല്ല, ഈ പുല്ലുകുളങ്ങര മേഖലയിലെ ഒരു വലിയ സമ്പത്തുള്ള വലിയ ധനികരായ ഒരു കുടുംബം കൂടിയാണ് നവജിത്തിന്റെ അച്ഛൻ നടരാജൻ. ദീർഘകാലം വിദേശത്തായിരുന്നു. നവജിത്ത് ഇന്ന് 7 മണിയോടു കൂടിയാണ് അവിടെ ആ വീട്ടിലെത്തി. അച്ഛനെയും അമ്മയും അതിക്രൂരമായി വെട്ടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രമേൽ ക്രൂരമായിട്ടാണ് മകൻ അച്ഛനെയും അമ്മയെയും ആക്രമിച്ചത്. നമുക്ക് ആ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അച്ഛന്റെ മുഖഭാഗം ഒന്നും മൂക്കോ വായോ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര രീതിയിൽ തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുകയാണ്. അമ്മയ്ക്കും സമാനമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരെയും തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാരണം പരിക്ക് വളരെ ഗുരുതരമാണ്. പക്ഷെ അവരെ ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി വണ്ടാനമോ കോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. ഈ നവജിത്തിനെ അവിടെ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാള് എന്താണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പം ഈ നവജിത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ അനിയനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും ആർക്കും ഒരു എതിരഭിപ്രായവും മോശം അഭിപ്രായവും ഒന്നും തന്നെ ഇല്ല. പോലീസും ഈ കാര്യത്തിൽ, കാരണം ഈ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളത്. നവജിത്ത് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ മദ്യത്തിന് ഒപ്പം മയക്കുമരുന്നിനും അടിമയാണെന്ന് പറയുന്നു. സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്വത്തുവോ അങ്ങനെ ഏതെങ്കിലും ബന്ധപ്പെട്ടുള്ള കുടുംബ വിഷയങ്ങളാണോ ഇതിന് കാരണം എന്നും നിലവിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കനകക്കുന്ന് പോലീസാണ് കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന. കായംകുളം ഡിവൈഎസ്പി അടക്കം അല്പസമയത്തിനകം സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാർ വലിയ രീതിയിൽ അവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ പുല്ലുകുളങ്ങര മേഖലയിലെ അത്യാവശ്യം വലിയ സമ്പത്തുള്ളൊരു കുടുംബമാണ്. നാട്ടുകാരോടൊക്കെ വലിയ രീതിയിൽ സഹകരിച്ച് കഴിയുന്ന ഒരു കുടുംബം കൂടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെയൊരു അപകടം ഉണ്ടായതറിഞ്ഞ് നാട്ടുകാരൊക്കെ വലിയ ഞെട്ടലിലാണ്. എന്താണ് കാര്യം? ഈ അഭിഭാഷകനാണ് നവജിത്ത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നവജിത്തിനെ കുറിച്ച് അങ്ങനെ നാട്ടുകാർക്കോ അയലത്തുകാർക്കോ ഒന്നും അങ്ങനെ ഒരു മോശം അഭിപ്രായമില്ല. എന്താണ് ഇതിന്റെ കാരണം? നവജിത്ത് എന്തിനാണ് അച്ഛനെയും അമ്മയും, സ്വന്തം അച്ഛനെയും അമ്മയും ഇത്ര ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചതെന്നറിയത്തില്ല. എന്തായാലും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടരാജന്, സിന്ധുവിനും ഗുരുതരമായ പരിക്കാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് കായംകുളം പുല്ലുകുളങ്ങര മേഖലയിൽ നിന്ന് വളരെ വേഗത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നില അതീവ ഗുരുതരമാണ്. പക്ഷേ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കോ മറ്റ് വലിയ സ്വകാര്യ ആശുപത്രിയിലേക്കോ എത്താൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയിലല്ല നിലവിൽ രണ്ടുപേരും ഉള്ളത്.